ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ച പങ്കാളിത്തം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മഹാകുംഭമേളയുടെ ഭാഗമായി നടക്കുന്ന മാഘി പൂർണിമ സ്നാനത്തിനായി പ്രയാഗ്രാജിൽ തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിൽ. ദേശീയ ഗെയിംസ് ജിംനാസ്റ്റിക്സിൽ കേരളത്തിന് 3ാം മെഡൽ. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കൊപ്പം നിരവധി ഉഭയകക്ഷി കരാറുകളും കൂടിക്കാഴ്ചയിൽ ഒപ്പുവയ്ക്കും. നിർമ്മിത ബുദ്ധി രംഗത്ത് ആഗോള മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള AI ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം സംയുക്ത അധ്യക്ഷത വഹിക്കും. നിർമ്മിത ബുദ്ധിയുടെ അതിവേഗ പുരോഗതി സ്വകാര്യതയ്ക്കും തൊഴിൽ സാധ്യതകൾക്കും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തത്തോടെയുള്ള AI ഉപയോഗം സംബന്ധിച്ച ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കും. ഇൻഡോ ഫ്രഞ്ച് CEO ഫോറവും ഇരു നേതാക്കളുടെയും അധ്യക്ഷതയിൽ ഇന്ന് ചേരും. ഫ്രഞ്ച് നഗരമായ മാർസയിലെ ആദ്യ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയോടെ ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമുള്ള യുവ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ യാത്ര തിരിക്കും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് അടുത്ത 2 ദശാബ്ദങ്ങൾ രാജ്യത്തിന് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യത്തിന്റെ സൌരോർജ്ജ ഉൽപാദന ശേഷി ഇരട്ടിയായതായും ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ എനർജി വീക്ക് 2025 പരിപാടിക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. സൌരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന 3ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. പാരീസ് G20 കരാറുകളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत के एनर्जी सेक्टर को मजबूती देने के लिए हम इसे जनता की पावर से लैस कर रहे हैं. हमने देश के सामान्य परिवारों और किसानों को ऊर्जा दाता बनाया है. बीते साल हमने PM सूर्यघर मुफ्त बिजली योजना शुरू की. इस योजना का स्कोप सिर्फ एनर्जी प्रोडक्शन तक ही सीमित नहीं है. इसमें सोलर सेक्टर्स में नई स्किल्स बन रही है, नया सर्विस इकोसिस्टम बन रहा है और आपके लिए निवेश की संभावनाएं भी बढ़ रही हैं. ഊർജ്ജ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുക, പരിഷ്കരണങ്ങൾക്ക് വഴിയൊരുക്കുക തുടങ്ങിയവയാണ് 4 ദിവസത്തെ ഊർജ്ജ വാരാചരണത്തിന്റെ ലക്ഷ്യം. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. ബജറ്റിന്മേലുള്ള ചർച്ചകൾ ഇരുസഭകളിലും ഇന്നും തുടരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് ചർച്ചയ്ക്ക് ലോക്സഭയിൽ ഇന്ന് മറുപടി നൽകും. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന ലഹരിമരുന്ന് ഉപയോഗം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ലഹരിമരുന്ന് വ്യാപനം കാരണം സംസ്ഥാനത്ത് കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നതായി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ മയക്കുമരുന്ന് വിതരണത്തിനായി ഉപയോഗിക്കുന്നതായും ലഹരിമരുന്നുകളുടെ ഉറവിടം കണ്ടെത്തുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ശ്രീ വിഷ്ണുനാഥ് സഭയിൽ ചൂണ്ടിക്കാട്ടി. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും ഉപക്ഷേപം അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വളരെ സൂക്ഷ്മമായും ശാസ്ത്രീയമായും ജാഗ്രതയോടുകൂടിയുള്ള ഒരു പരിശോധനയിലും സർവൈലൻസിലും മാത്രമേ ഇതിന്റെ യഥാർത്ഥ കേന്ദ്രത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഈ മയക്കുമരുന്നിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക ലാഭമുണ്ട്. ഈ കച്ചവടത്തിൽ വിദ്യാർത്ഥികളെ അടക്കം ഇതിന്റെ കാരിയർമാരായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കൂടുതൽ സർവൈലൻസും പരിശോധനയും ശക്തമാക്കിയെങ്കിൽ മാത്രമേ സാർ ഇതിനെ ഫലപ്രദമായി ഇവിടേക്കുള്ള ഈ അതിർത്തി കടന്നു വരുന്ന ഈ ലഹരിയുടെ വരവിനെ തടയാൻ കഴിയുള്ളൂ. സാമൂഹിക വിപത്തായ ലഹരി ഉപയോഗത്തെ അതീവ ഗൌരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് സഭാ നടപടികൾ നിർത്തിവെച്ചുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. ലഹരി ഉപയോഗത്തെ ചെറുക്കാൻ ജനങ്ങളെ ഒറ്റക്കെട്ടായി അണിനിരത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരിയെ ഒരു സാമൂഹിക വിപത്തായി അതീവ ഗൌരവത്തോടെ കാണുകയും അതിനെ ചെറുക്കാൻ ജനങ്ങളെയാകെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി ഒറ്റക്കെട്ടായി അണിനിരത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഈ പ്രശ്നത്തെ എല്ലാവരെയും യോജിച്ച് അണിനിരത്താൻ തുറന്ന സമീപനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് അറിയിക്കും.
നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ച പങ്കാളിത്തം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരവാദം, സൈബർ കുറ്റകൃത്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളികൾ അതിർത്തികൾക്കതീതമാണെന്നും അദ്ദേഹം പറഞ്ഞു. എയ്റോ ഇന്ത്യ പ്രദർശനത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ ഗവേഷണം, വികസനം എന്നിവയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യ ഉയർന്നുവരുന്നത് രാജ്യത്തിന്റെ മികവുകളുടെ തെളിവാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലോട്ടറി വിതരണക്കാർ കേന്ദ്ര സർക്കാരിന് സേവന നികുതി നൽകേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. ഇത് സംബന്ധിച്ച സിക്കിം ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്രം സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി. ലോട്ടറിയിൽ നികുതി ചുമത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. യുനാനി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന 2 ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര യുനാനി ചികിത്സാ ഗവേഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത യുനാനി ചികിത്സകനും അധ്യാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഹക്കിം അജ്മൽ ഖാന്റെ ജന്മവാർഷിക ദിനമായ ഫെബ്രുവരി 11 യുനാനി ദിനമായി ആഘോഷിക്കുന്നത്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കൽ, സുരക്ഷാ സാഹചര്യം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒമർ അബ്ദുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഒമർ അബ്ദുള്ള നടത്തുന്ന 3ാമത്തെ കൂടിക്കാഴ്ചയാണിത്. മഹാകുംഭമേളയുടെ ഭാഗമായി നാളെ നടക്കുന്ന മാഘി പൂർണിമ സ്നാനത്തിനായി പ്രയാഗ്രാജിൽ തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിൽ. തീർത്ഥാടകർക്കായി റെയിൽവേ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലെത്തി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. പ്രയാഗ്രാജ് സംഘം സ്റ്റേഷൻ വെള്ളിയാഴ്ച വരെ അടച്ചിടുമെന്നും റെയിൽവേ അറിയിച്ചു. കുംഭമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5 തുറക്കും. നാളെ മുതൽ ദർശനത്തിന് അവസരമുണ്ടെങ്കിലും പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. 13 മുതൽ 17 വരെ പൂജകളും അഭിഷേകവും നടക്കും. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം. വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കാപ്പാട് സ്വദേശി മനുവാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് ആക്രമണമുണ്ടായത്. പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. യുവാവിന്റെ മൃതദേഹം നീക്കം ചെയ്യുന്നത് നാട്ടുകാർ തടഞ്ഞു. ദേശീയ ഗെയിംസ് ജിംനാസ്റ്റിക്കിൽ കേരളത്തിന് 3ാം മെഡൽ. പുരുഷന്മാരുടെ അക്രോബാറ്റിക് ജിംനാസ്റ്റിക്കിൽ കേരള ടീം വെള്ളി മെഡൽ നേടി. മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് സഫാൻ, സാത്വിക് MP, ഷിറിൻ റുമാൻ എന്നിവരടങ്ങിയ ടീമാണ് മെഡൽ സ്വന്തമാക്കിയത്. അക്രോബാറ്റിക് ജിംനാസ്റ്റിക്കിൽ ഫസൽ ഇംതിയാസ്, പാർവതി B നായർ മിക്സഡ് സഖ്യവും വെള്ളി മെഡൽ നേടി. വനിതാ വിഭാഗത്തിൽ ലക്ഷ്മി B നായർ, പൌർണമി ഋഷികുമാർ സഖ്യം വെങ്കലവും നേടി. പോയിന്റ് പട്ടികയിൽ സർവീസസ് 1ാമതും മഹാരാഷ്ട്ര 2ാമതും കർണാടക 3ാം സ്ഥാനത്തുമാണ്. കേരളം നിലവിൽ 9ാം സ്ഥാനത്താണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ആദ്യ 2 മത്സരങ്ങളും വിജയിച്ച ഇന്ത്യ പരമ്പര ഇതിനകം സ്വന്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 416 പോയിന്റ് ഇടിഞ്ഞ് 76,896-ലും നിഫ്റ്റി 144 പോയിന്റ് നഷ്ടത്തിൽ 23,237-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 640 രൂപ കൂടി 64,480 രൂപയും ഗ്രാമിന് 8,060 രൂപയുമാണ് ഇന്നത്തെ വില. യമനിലെ സാദയിൽ ഹൂതി വിമതർ 8 UN ഉദ്യോഗസ്ഥരെ കൂടി ബന്ദികളാക്കിയതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. സുരക്ഷാ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ സാദയിലെ എല്ലാ പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി UN പ്രസ്താവനയിലൂടെ അറിയിച്ചു. തടവിലാക്കിയ UN ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും UN വ്യക്തമാക്കി. പുതിയ സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ലെബനന് പിന്തുണ അറിയിച്ച് ഇറാഖ്. ലെബനൻ ജനതയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയുമായി കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ബജറ്റ് ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ മറുപടി നൽകും. സംസ്ഥാനത്തെ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് ഉപയോഗം സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ രാജ്യങ്ങൾക്കിടയിൽ വർദ്ധിച്ച പങ്കാളിത്തം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മഹാകുംഭമേളയുടെ ഭാഗമായി നടക്കുന്ന മാഘി പൂർണിമ സ്നാനത്തിനായി പ്രയാഗ്രാജിൽ തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിൽ. ദേശീയ ഗെയിംസിൽ ജിംനാസ്റ്റിക്കിൽ കേരളത്തിന് 3ാം മെഡൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.